വെഞ്ഞാറമൂട് സ്വദേശി അരവിന്ദ് എന്ന 25-കാരനാണ് തട്ടിപ്പ് നടത്തിയത്. 2Gയിലും 3Gയിലും ലഭിക്കുന്ന മൊബൈൽ TV ചാനൽ തുടങ്ങാനാണ് പദ്ധതി എന്നായിരുന്നു വിശദീകരണം. പണം തട്ടിയത് കൂടെ പഠിച്ചവരിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും. സാധാരണക്കാരായ നാട്ടുകാർ ചാനലിൽ പങ്കാളിയാവാമെന്ന മോഹവലയത്തിൽ വീഴുകയായിരുന്നു. ചാനലിൽ വർക്ക് ചെയ്യുന്നതിൽ എല്ലാവരും ചോദിക്കുമായിരുന്നു, ഈ ഞാറുള്ള എല്ലാവരും ചോദിക്കുമായിരുന്നു. ഞങ്ങൾ ഈ പച്ചക്കറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതിന് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ജോലിയൊക്കെ കിട്ടുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. 40,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം 1 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയത് ഒരാളുടെ ഓപ്പറേഷന് വേണ്ടി കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടിരുന്ന പൈസയാണ്. വിശ്വസിക്കാനായി നിരവധി കാര്യങ്ങളും അരവിന്ദ് ചെയ്തു. പണം വാങ്ങിയ 7 പേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചാനൽ തുടങ്ങുന്നതായി പത്രസമ്മേളനം നടത്തി. ചാനൽ വെബ്സൈറ്റ് തുടങ്ങി പ്രാദേശികമായ ചില പരിപാടികൾ എടുത്ത് അപ്ലോഡ് ചെയ്തു. പണം നൽകിയവർക്ക് ചാനലിൻ്റെ ID കാർഡുകളും നൽകി. പിന്നെ അവൻ ഞങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് പ്രസ് എന്ന രീതിയിലൊരു ഐഡൻറ്റി കാർഡ്, റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ആ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എറണാകുളത്ത് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറേ കബളിപ്പിച്ചു. പണം തിരികെ നൽകുമെന്ന ഉറപ്പിനായി ചെക്കുകൾ നൽകുകയും മുദ്രപത്രങ്ങളിൽ എഴുതി നൽകുകയും ചെയ്തിരുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും ഓഫീസ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നടന്നില്ല. മാസങ്ങൾ കഴിഞ്ഞതോടെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഇവർ പണം തിരികെ ചോദിച്ചു തുടങ്ങി. ഇതോടെ അരവിന്ദ് നാടുവിട്ടു. നാടുവിടുമ്പോൾ ഇവരിൽ ചിലരുടെ വാഹനവും കൊണ്ടുപോയി. ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ പത്രത്തിൽ പരസ്യവും നൽകി. ഇതോടെ വീട്ടുകാരും തട്ടിപ്പിന് കൂട്ടുനിന്നതായി ഇവർ സംശയിക്കുന്നു. തട്ടിപ്പിനിരയായവരിൽ 9 പേർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.